വെനസ്വേലയിൽ വെച്ച് മരിച്ച ഇന്ത്യൻ നാവികന്റെ ആന്തരിക അവയവങ്ങൾ കാണാതായ സംഭവത്തിൽ ഇടപെടലുമായി വെനസ്വേലയിലെ ഇന്ത്യൻ എംബസി. ശക്തമായ അന്വേഷണം വേണമെന്ന് എംബസി വെനസ്വേലയോട് ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശ് സ്വദേശി രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നാണ് അവയവങ്ങൾ കാണാതായത്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, വളരെ ദാരുണമായൊരു സംഭവമാണ്. നമ്മൾ ആ വാർത്ത വന്ന സമയത്ത് തന്നെ നമുക്ക് അനുഭവപ്പെട്ടത്. അത്രയധികം ബുദ്ധിമുട്ടാണ്. ഇതിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്? ഈ വെനസ്വേലൻ സമുദ്രാതിർത്തിയിൽ വെച്ച് നാവികനായിട്ടുണ്ടായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി രാകേഷ് ശർമ്മ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു മരണത്തിന് ശേഷം ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നോ അല്ലെങ്കിൽ ആ നടത്തിയതിന്റെ റിപ്പോർട്ടോ കൈമാറാൻ വെനസ്വേലൻ സർക്കാരോ അല്ലെങ്കിൽ അധികൃതരോ തയ്യാറായിരുന്നില്ല. തുടർന്ന് മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. ശ്വാസകോശങ്ങൾ, ഹൃദയം, തലച്ചോറ് തുടങ്ങി കിഡ്നി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ആന്തരികാവയവങ്ങളും മൃതദേഹത്തിൽ നിന്ന് കാണാതായതായിട്ടായിരുന്നു ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമായത്. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് അധികൃതർ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്ന് കുടുംബവും അതോടൊപ്പം തന്നെ ഫിഷർമാൻസ് കൗൺസിലും ഇത് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. വിഷയത്തിൽ ഇടപെടണമെന്ന് കേന്ദ്ര സർക്കാരിനോടും ഇന്ത്യൻ എംബസിയോടും നിരന്തരമായി അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും എംബസി ഇടപെട്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം വേണം. ഇത് എന്താണ് സംഭവിച്ചത്, രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഉൾപ്പെടെ വ്യക്തത തേടിയിരിക്കുകയാണ് എന്തായാലും ഇന്ത്യൻ എംബസി. ഇതിൽ വെനസ്വേലിയൻ സർക്കാർ എന്തായിരിക്കും മറുപടി നൽകുക എന്നത് തന്നെയാണ് അതീവ നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മൃതദേഹം രാജ്യത്തേക്ക് എത്തിക്കുമ്പോൾ എംബാം അടക്കം ചെയ്തുകൊണ്ട് പൂർണ്ണമായ മെഡിക്കൽ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അയക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു മൃതദേഹം കയറ്റിവിടുന്നത് എന്നതിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഉയരുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് വിഷ്ണു പ്രസാദാണ്. ഇതിൽ ഏതായാലും എംബസിയുടെ ഇടപെടൽ ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ വീണ്ടും അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.